അൻപേ ശിവം, അൻപേ ശിവം, അൻപേ ശിവം എന്നുവെച്ചാൽ സ്നേഹമാണ് ശിവൻ. ഇന്ന് പറയാൻ പോകുന്നത് ധനുമാസത്തിലെ അവസാന വെള്ളിയാഴ്ച ഇതാ വരുന്നു. അതെന്നാണ് ഞാൻ പറയുന്നുണ്ട്. അന്ന് ചില കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും തീർന്ന് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. ജീവിതം അടിമുടി മാറും. അങ്ങനെ മാറണമെന്നുള്ളവർ ചെയ്യുക. അത് ഞാൻ ഇങ്ങനെ ചില പ്രത്യേക സമയങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ ചെയ്യണം. ചെയ്തെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല, സമർപ്പിച്ച് ചെയ്യണം. പിന്നെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം, പ്രയത്നവും കൂടെ ഉണ്ടാകണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് മുരുകനെ ഒന്ന് സ്തുതിച്ചിട്ട് വീഡിയോയിലേക്ക് വരാം. ഓം മുരുക, ഗുരുമുരുക, അരുൾമുരുക, ആനന്ദമുരുക, ശിവശക്തി ബാലകന, ഷൺമുഖ ഷടാധര, എൻ്റെ വാക്കിലും ഓർമ്മയിലും നിലകൊള്ളാനും സംരക്ഷിക്കാനും ഓം ഐം ഹ്രീം വേൽക്കാക്ക സ്വാഹ. ഭഗവാനെ ഒന്ന് നമസ്കരിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ധനുമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്താണ്? ധനുമാസം പുണ്യമാസമാണ്. പുണ്യമാസമാണ്. അപ്പം ധനുമാസത്തിലെ അവസാന വെള്ളിയാഴ്ച ഏതൊരു മാസത്തിലെയും തുടക്കവും ഒടുക്കവും വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ധനുമാസത്തിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ ഈ മാസം തുടങ്ങുമ്പം ക്ഷേത്രത്തിൽ പോകുന്നത്. 1-ാം തീയതി ഈ മാസം തുടങ്ങുമ്പോൾ വളരെ പ്രാധാന്യമാണ്. അതുപോലെ ഒടുക്കവും പ്രാധാന്യം തന്നെയാണ്. അപ്പോൾ ഈ ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണെങ്കിലും അവസാന വെള്ളിയാഴ്ചയാണെങ്കിലും കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞു പോയി, അതേക്കുറിച്ച് അല്ല പറയുന്നത്. ഇനിയും അവസാനത്തെ വെള്ളിയാഴ്ച വരാൻ പോവാണ്. ജനുവരി 9-ാം തീയതി 2026, ജനുവരി 9, 2026 അന്ന് ധനുമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു പുതുവർഷം 2026 ഏറ്റവും ഐശ്വര്യമായിട്ട് മാറാൻ അന്ന് ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളുണ്ട്. അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. എല്ലാ സമ്പത്തും ഐശ്വര്യവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിത്തരാനും സർവ്വ കഷ്ടപ്പാടുകളും തീരാനും. പിന്നെ നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ വേണം. താൻ പാതി ഈശ്വരൻ പാതി എന്നുള്ളതാണല്ലോ. പക്ഷെ ദൈവാധീനം ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ മാറുകയും ചെയ്യും. വലിയ ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ വീഡിയോയുടെ അവസാനം ഞാൻ ചില പ്രത്യേക ക്ഷേത്രങ്ങൾ പറയുന്നുണ്ട്. ആ ക്ഷേത്രങ്ങൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കാണുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പോകുക. എഴുതി വെച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി വലിയ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ലെന്ന് എൻ്റെ വീഡിയോ ശരിയായിട്ട് മനസ്സിലാക്കി സ്ഥിരം കാണുന്നവർക്കറിയാം. അല്ലാതെ ചുമ്മാ ജസ്റ്റ് കണ്ടു പോകുന്നവർക്കൊന്നും അറിയത്തില്ല. സ്ഥിരമായിട്ട് കണ്ട അനുഭവങ്ങളുള്ള മനസ്സിലാക്കി ചെയ്യുന്നവർക്കറിയാം വെറുതെ ഒരു കാര്യം പറയത്തില്ല. അപ്പോൾ അങ്ങനെ ചില ക്ഷേത്രങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമ്പോൾ എപ്പോഴെങ്കിലും വരിക, ഒരു തവണയെങ്കിലും പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അങ്ങനെ 2-3-4 ക്ഷേത്രം പറയുന്നുണ്ട് കേട്ടോ. നല്ല എപ്പോഴെങ്കിലും എഴുതി വെക്കുക. നിങ്ങൾക്ക് പറ്റുമ്പം വന്നൊന്ന് തൊഴുത് പോവുക. അച്ചട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. തൊഴുതു പോയാൽ പോലും പിന്നെ ഏത് ക്ഷേത്രത്തിൽ പോലും നമ്മൾ എന്തെങ്കിലും വഴിപാട് ചെയ്യണം. അപാരമായ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ. ചില ചൈതന്യങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം ചെയ്താൽ ആ ചൈതന്യങ്ങളിലെ ചെറിയൊരു അനുഗ്രഹം മതി നമ്മുടെ ജീവിതം എന്നേക്കുമായി മാറും. വീട്ടിലെ കലഹങ്ങളെ, സാമ്പത്തിക പ്രതിസന്ധികളെ എന്ന് വേണ്ട സകലതും മാറി ജീവിതം ഏറ്റവും നന്മയോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ, സമ്പത്തോടെയും നല്ല അനുഭവങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം ഈയിടെയായിട്ട് ഇരുന്ന വീഡിയോയിൽ എല്ലാം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം നല്ല കാര്യങ്ങളും വേറെ ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളും. കാരണം ഞാനൊരു ശിവയോഗിയാണ്, ശിവൻ്റെ വഴിയാണ്. ശിവയോഗി എന്ന് പറഞ്ഞാൽ കാഷായം ഇടുന്ന യോഗി എന്നല്ല, ശ്വാസത്തിൽ പ്രാണനിൽ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ഞാൻ. കാഷായം വസ്ത്രം എന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കാണാം, അല്ലേ? എനിക്ക് കാണാം, അതല്ലല്ലോ. ശ്വാസത്തിൽ ശ്വാസവിദ്യ, ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ഞാൻ. അതിൻ്റെ അകത്ത് യാതൊന്നുമില്ല. അത് സർവസ്വമാണ്. പിന്നെ അതുകൊണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ ഉടുപ്പൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത്. പക്ഷേ ഞാൻ ചെയ്യുന്ന വിദ്യകളായിക്കോട്ടെ, ആ ശിവയോഗമായിക്കോട്ടെ, അത് എൻ്റെ ഏറ്റവും ആഴങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ലയിച്ചിരിക്കുന്ന വിദ്യകളാണ്. അപ്പം അങ്ങനെ ഉള്ള നമ്മൾ പറയുന്ന ഒരു കാര്യം വെറുതെ ആകത്തില്ല. അത് വീഡിയോ കാണുന്നവർക്കറിയാം. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും മലയാളികൾ, എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ധാരാളം ആളുകൾ ഇത് എഴുതി വെക്കുന്നവരുണ്ട് ബുക്കായിട്ട് വീട്ടിൽ. കാരണം അവർക്ക് ഇന്നലെ നാളെ ആ വീട്ടിലുള്ള എല്ലാവർക്കും അത് പ്രയോജനപ്പെടും.
അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളും ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക. എല്ലാം പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, എല്ലാം നല്ല കാര്യങ്ങളാണ്, എല്ലാം ശിവൻ്റെ വഴിയാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം വിശദമായിട്ട് ഞാൻ പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഒക്കെയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ആദ്യം എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ഇതുപോലെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകൾ, സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും, പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ, അത് ശിവരഹസ്യങ്ങൾ, അത് ഞാൻ പറയുന്ന ആരും പറഞ്ഞു തരത്തില്ല. പിന്നെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട ടൈം, എങ്ങനെ ചെയ്യണം അത് ഞാൻ പറയും. പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം, സംഖ്യാരഹസ്യം, അത് ഞാൻ പറയുന്നത് ചെയ്താൽ അവർക്ക് അതിന് ശരിയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. മറ്റൊന്നും ഉണ്ടല്ല, വാട്സപ്പിൽ വന്ന് വർക്ക് സമയത്തിന് തീരാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സിദ്ധമന്ത്രമാണ് കേട്ടോ, സിദ്ധന്മാരുടെ സിദ്ധനായ കാകാപുശുണ്ടരുടെ മന്ത്രമാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം ജനുവരി 9 ധനുമാസത്തിലെ അവസാന വെള്ളിയാഴ്ച. നിങ്ങൾ ആ ദിവസം ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ജനുവരി 9 വെള്ളിയാഴ്ചയാണെങ്കിൽ വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസം അടുപ്പിച്ച് 8, 9, 10 ഈ 3 ദിവസം അടുപ്പിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അല്ല ജനുവരി 9 മാത്രമല്ല, വെള്ളിയാഴ്ച മാത്രമല്ല, വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസം അടുപ്പിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പറ്റുന്ന ലളിതമായ കാര്യം പറയത്തുള്ളൂ. നിങ്ങൾ അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യം കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു 40 രൂപയുടെയോ എത്രയാണെന്ന് ഒരു ചെറിയ ടീം നെയ്യ്, ഇത് അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മ എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുക. ഇത് കഴിവതും ഒരു 6-നും 7-നും ഉള്ളിൽ രാവിലെ ചെയ്യണം, അതാണ് ഫലം. അപ്പോൾ ഇത് ജനുവരി 8 ചെയ്യുക രാവിലെ, ജനുവരി 9 ചെയ്യുക, ജനുവരി 10 ചെയ്യുക. 3 ദിവസം അടുപ്പിച്ച് രാവിലെ ചെയ്യുക. സാധിക്കുന്ന ഒരു വൈകിട്ടും കൂടെ ചെയ്യുക. വിശേഷ ഫലമാണ്. ധനുമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ്. അപ്പം ഈ വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും വെള്ളിയാഴ്ചയുടെ തലേ ദിവസവും വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസവും ഈ 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ഫലമുണ്ടാകുന്നത്. ഇനിയും ശനിയാഴ്ച ദിവസം ഭദ്രകാളിക്ക് ചെയ്ത് കഴിഞ്ഞ് കൃഷ്ണക്ഷേത്രത്തിൽ കൂടെ പോയി ഭഗവാന് 1 കിലോ അവലെങ്കിലും മേടിച്ച് നടക്ക് നേരെ നിന്ന് പിടിച്ച് ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ, സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. ഭഗവാന് ഒരു 40 രൂപ ചെറിയൊരു നെയ്യും കൂടെ പ്രത്യേകമായിട്ട്, അത് എല്ലാം കൂടെ ഒന്നിച്ച് വെക്കണ്ട, പ്രത്യേകമായിട്ട് വെച്ചാൽ മതി. അത് നെയ്യ് കൂടെ നടക്കി വെക്കുക. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക ശനിയാഴ്ച, അതായത് 10. അപ്പം 8, 9, 10 ഈ 3 ദിവസവും ഭദ്രകാളിക്ക് രാവിലെ വഴിപാട് ചെയ്യണം. സാധിക്കുന്നൊരു വൈകിട്ടും ചെയ്യുക. ആ പറഞ്ഞ വഴിപാട് തന്നെ. ഏതാ? ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംബായുസം, നെയ്യ്, ഒരു 40 രൂപയുടെ നെയ്യ് മേടിച്ച് വയ്ക്കുക. ഇനിയും 10 ശനിയാഴ്ച ഭദ്രകാളിക്ക് രാവിലെ ചെയ്ത ശേഷം കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കൂടെ പോയി 1 കിലോ അവല് നടക്കി നേരെ എല്ലാവരും 6-നും 7-നും ഇടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഭഗവാൻ കൃഷ്ണൻ്റെ ഇനിയിപ്പോൾ സമയം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയാലൊന്നും കുഴപ്പമില്ല, അതിൻ്റെ അകത്ത് ടെൻഷൻ അടിക്കേണ്ട വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 1 കിലോ അവല് നമ്മൾ നടക്കി നിന്ന് സാമ്പത്തികം പ്രാർത്ഥിച്ച് ഭഗവാന്റെ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ശനിയാഴ്ച രാവിലെ ഭഗവാന്റെ ശ്രീകോവിലിന് നേരെയുള്ള ആ കൽമണ്ഡപത്തിലേക്ക് വെക്കുക. വെച്ചു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഏത് വഴിപാടാണെങ്കിലും വെച്ചു കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. വെക്കുമ്പോൾ നന്നായിട്ട് കരഞ്ഞ് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വെക്കുക. വാഗൊണ്ടല്ല, മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുക. ഇനി ഈ അവല് വെക്കുന്നത് അന്ന് നേദിക്കാനൊന്നുമല്ല, അത് ഇഷ്ടമുള്ളപ്പോൾ ക്ഷേത്രത്തിൽ അവരെടുത്തോട്ടെ, നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്നു, അങ്ങനെ സമർപ്പിക്കുക. ഇത് നിങ്ങളൊന്ന് ചെയ്തെന്ന് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായി വരും, യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ്. അതുപോലെ ഭദ്രകാളി അമ്മയുടെ. അപ്പോൾ ധനുമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച നിങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ പോകാം. ഇതിനടുത്തുള്ള ക്ഷേത്രമാകുമ്പോൾ നിങ്ങൾക്ക് 3 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. രാവിലെ എന്തായാലും ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നൊരു വൈകിട്ടുകൂടെ ആ വഴിപാട്, രാവിലെ ചെയ്ത വഴിപാട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അത് പറ്റുന്നവർ ചെയ്താൽ മതി, അല്ലെങ്കിൽ രാവിലെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അമ്മയെ മനസ്സുകൊണ്ട് കരഞ്ഞു വിളിക്കുക. ഇനി കുളമുള്ള ക്ഷേത്രമാണെങ്കിൽ ഈ 3 ദിവസം അടുപ്പിച്ച് രാവിലെ കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ടൂടെ ചെയ്യുക. അത്ഭുതകരമായ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ പറ്റുന്ന ദാനധർമ്മങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെക്കൊണ്ട് പറ്റുന്നത് ഈ 3 ദിവസം
ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ ഒരു ദിവസമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. പറ്റുന്ന ദാനധർമ്മങ്ങൾ, ഇപ്പോൾ ഒരു വയ്യാത്ത ഒരാൾക്ക് ഒരു ആഹാരം മേടിച്ചു കൊടുക്കുക, അർഹരായവരായിരിക്കണം, മനസ്സിലായില്ലേ? നമ്മളെക്കൊണ്ട് പറ്റുന്ന ദാനധർമ്മങ്ങൾ, ഇപ്പം കണ്ണ് കാണാത്ത ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു പൈസ കൊടുക്കുക, ഈ അർഹരായവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക, പക്ഷിമൃഗാദികൾക്ക് പറ്റുന്ന പോലെ ആഹാരങ്ങൾ കൊടുക്കുക, വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിക്കുക, അതിനെ സംരക്ഷിക്കുക, ഇതൊക്കെ പ്രാർത്ഥന തന്നെയാണ്, ഇതൊക്കെ പുണ്യപ്രവർത്തികൾ തന്നെയാണ്. അത് യാതൊരു മാറ്റവും വേണ്ട. പിന്നെ ഈ 3 ദിവസവും നിർബന്ധമായിട്ടും വീട്ടിലും അമ്മയെ ഭക്തിയോടുകൂടി നിങ്ങൾ വിളിച്ച് കർപ്പൂരം കത്തിക്കുകയും, അതെല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, കർപ്പൂരം കത്തിക്കുകയൊക്കെ ചെയ്യും. അത് കാരണം വീഡിയോ കാണുന്നവർക്ക് അവരോട് ആരും ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കറിയാം എന്തിനാണ് കർപ്പൂരം കത്തിക്കുന്നത്, എപ്പോഴാണ് കർപ്പൂരം കത്തിക്കുന്നത്. ഇതെല്ലാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ. വല്ലപ്പോഴും ഇങ്ങനെ നോക്കി വിടുന്നവർക്കൊന്നും അറിയത്തില്ല. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അവരെ ആരും ഒന്നും അങ്ങോട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവരോട് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരും. എന്നാൽ അതുപോലെ ഇതിൽ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. കർപ്പൂരം വീട്ടിൽ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും കത്തിച്ചിരിക്കണം. വീട്ടിൽ നമ്മുടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പോകും, മനസ്സിലായില്ലേ? നെഗറ്റീവ് എനർജികൾ എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ ഈ പെടുമരണങ്ങളെ അല്ലെ അപമൃത്യുകളെ അല്ലെ അങ്ങനെ മരണങ്ങളൊക്കെ ഈ നടന്ന വീടുകൾ കാണും. അല്ലെ പിന്നെ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് പലയിടത്തുനിന്ന് വരുന്ന പല ആളുകളുമായിട്ട് ഇടപെടുന്ന, അപ്പോൾ ഈ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെ നമ്മളെ സ്വാധീനിക്കാം. അതൊക്കെ കർപ്പൂരം തൊട്ട് പ്രാർത്ഥിച്ചാൽ വലിയ മാറ്റം വരും. കർപ്പൂരത്തിനൊരു സത്യമുണ്ട് കേട്ടോ, അതാണ് അതിൻ്റെ അകത്ത്. കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കുന്നതിന് ഒരു സത്യമുണ്ട്. കാരണം അതൊരു ഒരു ഒരു ഐശ്വര്യമായ ഒരു കാര്യമാണ്. രാവിലെ വൈകിട്ടും വീട്ടിൽ കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കണം. അത് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന എല്ലാവരും അത് ചെയ്യുന്നുമുണ്ട്, അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ 3 ദിവസം നിങ്ങൾ ദേവിയോട് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ദേവീ ചിന്ത ഉണ്ടാകണം. അതായത് ജനുവരി 8, 9, 10 പിന്നെ ശനിയാഴ്ച ഭഗവാൻ നാരായണനെ ദേവിയെയും വിഷ്ണുവിനെ കൂടെ വിളിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ ഒന്നുമല്ല, വണ്ടി ഇരിക്കുമ്പോഴൊന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വിളിച്ചാൽ മതി. അങ്ങനെ ആ ദൈവിക ചിന്തയോടുകൂടി ഈ 3 ദിവസം നിങ്ങൾ കടന്നു പോകണം. മാത്രമല്ല ഈ 3 ദിവസത്തേക്ക് ഈ മറ്റുള്ളവരെ കുറ്റം പറയുക, പൊങ്ങച്ചം പറയുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവർ ഒരു 3 ദിവസത്തേക്ക് അവധി കൊടുക്കുക. ഇനിയിപ്പോൾ കുറ്റം പറയണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുന്ന പൊങ്ങച്ചം പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ 3 ദിവസത്തേക്ക് അവധി കൊടുത്തിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെച്ച് കുറച്ച് അവരുടെ ആ ശീലമായി പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതാണ്. ഈ 3 ദിവസത്തേക്ക് ആരെയും കുറ്റം പറയരുത്, ആരെയും കളിയാക്കരുത്, പൊങ്ങച്ചം പറയരുത്. പറഞ്ഞാൽ മനസ്സിലായില്ല. എന്നാലേ അത് ഫലം കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഉച്ചയുറക്കം പാടില്ല. കഴിവതും സാത്വിക ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. സാത്വിക ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ മത്സ്യം, മാംസം, ഇറച്ചി ഇതൊക്കെ ഒഴിവാക്കുക. സാത്വികമായ നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ കഴിവതും മറ്റുള്ളവരെക്കുറിച്ച് ദോഷമായിട്ട് ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മളിപ്പം മറ്റുള്ളവരെക്കുറിച്ച് ദോഷമൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ മനസ്സ് ചിന്തിക്കുന്നതും അതും പാടില്ല. മറ്റുള്ളവരെക്കുറിച്ച് ദോഷമായിട്ട് ചിന്തിക്കരുത്. ഈ 3 ദിവസം നിങ്ങളങ്ങനെ അത് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. പിന്നെ ഇതിന് ഇപ്പം കുടുംബജീവിതം നയിക്കുന്നവർക്ക് മറ്റ് ചര്യനിഷ്ഠയൊന്നുമില്ല. ഇത് ഈ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കുക, ഭഗവാനെ നാരായണനെ കൂടെ വിളിക്കുക ശനിയാഴ്ച എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരുമെന്നുള്ളതാണ്. ചില ക്ഷേത്രങ്ങൾ നമ്മൾ ദർശനം ചെയ്താൽ ജീവിതത്തിൽ അപാരമായ അനുഗ്രഹം ഉണ്ടാകും. കാരണം അവിടുത്തെ ചൈതന്യങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. അത്തരം ഒരു ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ വീഡിയോ ദൂരെ ഉള്ള ഒരുപാട് നാടുകളിലുള്ള ആളുകൾ കാണുന്നുണ്ട്. അല്ലാതെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഗൂഗിളിൽ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അടിച്ചു കൊടുത്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അത് ഏത് ക്ഷേത്രമാണെങ്കിലും കിട്ടും. ഈ പലർക്കും നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, പക്ഷേ ദൂരെ ഉള്ളവർ ചിലപ്പോൾ അറിയണമെന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ. കാരണം എത്രയോ നാടുകളിൽ ഇരുന്ന് ആളുകളാണ് വീഡിയോ കാണുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, അവിടെ മഹാദേവ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും ദേവിക്ക് വളരെ ശക്തിയും പ്രാധാന്യവും കൂടുതലുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ പോയി നിങ്ങൾ ജീവിതത്തിൽ പോകാത്തവർ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും പാർവതി ദേവിയെ വന്ദിക്കണം, അമ്മയെ സ്തുതിക്കണം. അമ്മയ്ക്ക് നിങ്ങൾക്ക് അവിടെ പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകണം. അതിനുശേഷം മഹാദേവനെയും വന്ദിക്കണം, ഭഗവാനെ സ്തുതിക്കണം,
ഭഗവാനും പറ്റുന്ന വഴിപാടുകൾ അവനവനെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. ഇത് വളരെ ഐശ്വര്യമുണ്ടാവും. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഏതു ദിവസം ദർശനം ചെയ്താലാണ് ജീവിതം പെട്ടെന്ന് മാറുന്നത്? കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, തിങ്കളാഴ്ച. തിങ്കളാഴ്ച ദിവസത്തെ ശിവക്ഷേത്ര ദർശനം നിങ്ങളുടെ ജീവിതം മാറ്റും, ആരുടെ ആണെങ്കിലും. ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല, കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ശിവൻ്റെ വഴിയാണ്. ഭഗവാനിൽ നിന്ന് വന്ന ആ ഒരു ചൈതന്യങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് ഇതുപോലെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി അതും ഇതും പറയുന്ന ആളല്ല. എനിക്ക് ശരിയായിട്ട് വ്യക്തമായ ബോധ്യമുള്ള സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും വ്യൂസ് കുറഞ്ഞു വരും. കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ പറയും തോറും ആളുകൾ അത് കാണത്തില്ലെന്നുള്ളതാണ്. ആളുകൾക്ക് ഈ മണ്ടത്തരങ്ങളെ, അബദ്ധങ്ങളെ, ഇതിൻ്റെയൊക്കെ പുറകെ പോവുക, ഇതൊക്കെയാണ് ആളുകൾക്ക് താല്പര്യം. അപ്പോൾ അവരവരുടെ താല്പര്യം അനുസരിച്ച് പൊക്കോട്ടെ, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇടയ്ക്ക് നല്ല കാര്യം കൂടെ അറിയാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ വല്ല പടുകുടി ലാഭത്തിലൊക്കെ പോയി ചാടിയിട്ട് പിന്നെ കയ്യാലിട്ടടിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് നല്ല കാര്യം കൂടെ അറിയാൻ ശ്രമിക്കണം. കൂടുതൽ ആളുകൾക്ക് ഈ അബദ്ധങ്ങളുടെ പുറകെ പോകാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പുറകെ പോകാനാണ് ഇഷ്ടം. എന്തോ ആയിക്കോട്ടെ, നമ്മളേതായാലും ആ ഭഗവാനെ വിശ്വസിച്ചാൽ പറഞ്ഞിരുന്ന ആവശ്യമുള്ളവർ കാണും, അറിയും, ചെയ്യും, അത്രയേ ഉള്ളൂ. അവിടെ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം ജീവിതം മാറ്റും. ഇന്ന് കരുതി മറ്റുള്ള ദിവസം പോകരുതെന്നോ ഒന്നുമല്ല, മറ്റുള്ള ദിവസങ്ങൾക്ക് പ്രാധാന്യം ഇല്ല ഒന്നുമല്ല പറയുന്നത്. ശനിയാഴ്ചയും പ്രദോഷവും ഒക്കെ പ്രാധാന്യമുണ്ട്. പക്ഷെ തിങ്കളാഴ്ച ദിവസത്തിന് ഭഗവാന്റെ അപാരമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറുകയും ചെയ്യും. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം. അപ്പോൾ ഇത് പറ്റുന്നവർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയി പാർവതീദേവിയെ കണ്ട് അമ്മയെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വമംഗളമംഗല്യം ജപിച്ചാൽ മതി. അല്ലെ എൻ്റെ പാർവതി മാതാവേ, ദിവ്യമാതാവേ, അവിടുത്തെ പാദങ്ങളിൽ കോടി കോടി മഹത്വം, ഇത്രയും പറഞ്ഞാൽ ഏറ്റവും വലിയ സ്തുതി. അതിനപ്പുറത്ത് സ്തുതിയൊന്നുമില്ല, മതി. അല്ല നിങ്ങൾ വിചാരിക്കുന്നുള്ള വലിയ 10 പേജുള്ള മന്ത്രങ്ങളോ ഒന്നും വേണ്ട, അതൊക്കെ ധാരണകളാണ്. നമ്മൾ വിളിക്കേണ്ട ഒരു രീതിയുണ്ട്, അങ്ങനെ വിളിച്ചാൽ മതി. ഇങ്ങനെ വിളിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്മയ്ക്ക് കടുംപായസമോ ഒക്കെ ചെയ്യുക. ശിവഭഗവാനും വെള്ള നിവേദ്യമോ പാൽപ്പായസമോ ഒക്കെ ചെയ്യുക. ഭഗവാൻ ഇഷ്ടമുള്ള നെയ്യ് സമർപ്പിക്കുന്നത് നല്ലതാണ്. ശിവനും ദേവിക്കും നെയ്യ് സമർപ്പിക്കുന്നത്, നെയ്യ് എപ്പോഴും സമർപ്പിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കേട്ടോ, അതെപ്പോഴും ഓർത്തുകൊള്ളുക, പെട്ടെന്ന് ജീവിതം മാറും. അപ്പോൾ ഇത് ചെയ്യുക എന്നുള്ളതാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. അതായത് പെരുന്ന തിരുമല ഉമാമഹേശ്വര ക്ഷേത്രം, പെരുന്ന തിരുമല ഉമാമഹേശ്വര ക്ഷേത്രം ചങ്ങനാശ്ശേരിയിലാണ്. എന്നുവെച്ചാൽ പെരുന്നയിലോട്ട് പോകണ്ട, ചങ്ങനാശ്ശേരിയിൽ തന്നെ NSS കോളേജിൻ്റെ അവിടെ ചെന്ന് ഏതെങ്കിലും ഓട്ടോക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. NSS കോളേജിൻ്റെ അടുത്താണ്. പെരുന്ന ആ മുരുകൻ്റെ അമ്പലത്തിലേക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട, പെരുന്ന NSS കോളേജിൻ്റെ ആ പുറയിലൊക്കെ ആയിട്ട് വരും, കുറച്ച് പുറകോട്ട് പോയാൽ മതി. ആ ഓട്ടോക്കാരോട് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും. തിരുമല ഉമാമഹേശ്വര ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ചില പ്രത്യേകതയുണ്ട്. ഞാൻ വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരുന്ന തിരുമല ഉമാമഹേശ്വര ക്ഷേത്രം. ഞാൻ വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അത് എന്തുകൊണ്ടാണ്? എപ്പോഴും ശിവനെ ജയിച്ച് നടക്കുന്ന, അല്ലെ ദേവിയെ വിളിച്ച് നടക്കുന്ന ഞാൻ അങ്ങനെ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ, അല്ലെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നത്തില്ലല്ലോ. അത് പ്രത്യേകത ഉണ്ട്. അവിടെ ശിവനും പാർവതിയും നിറഞ്ഞു നിൽക്കുക. നിങ്ങൾക്ക് ഭഗവാന്റെ അമ്മയുടെ അനുഭവം അവിടെ മനസ്സിലുണ്ടാകും, അവിടെ നിങ്ങൾ തൊഴുതു കഴിഞ്ഞാൽ. അവിടെ തിങ്കളാഴ്ച ദിവസം നിങ്ങളവിടെ ദർശനം നടത്തണം. പെരുന്ന തിരുമല ഉമാമഹേശ്വര ക്ഷേത്രം ചങ്ങനാശ്ശേരിയിലാണ്. NSS കോളേജിൻ്റെ പേര് ചങ്ങനാശ്ശേരി NSS കോളേജിൻ്റെ പുറയിലായിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് പറ്റുമ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അവിടെ ഒന്ന് തൊഴുക. അതൊരു അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളുണ്ടാകും. അവിടെ ഭൈരവസ്വാമിയൊക്കെ ഉണ്ട്, ഭൈരവസ്വാമിയൊക്കെ വണങ്ങാം. പക്ഷെ എനിക്ക് ആ ശിവഭഗവാന്റെയും അമ്മ പാർവതീദേവിയുടെയും ഒരു അനുഭവം മനസ്സുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു ക്ഷേത്രമാണത്. അത് പ്രത്യേകത ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ലെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ പറ്റുമ്പോൾ ഒരു തവണയെങ്കിലും വന്ന് കണ്ട് തൊഴുത് പോവുക. തിങ്കളാഴ്ച വേണം കേട്ടോ. അതാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം എന്നേക്കുമായി രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറും. നിങ്ങളുടെ കഷ്ടകാലങ്ങൾ എന്നേക്കുമായി തീരുമെന്നുമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ എല്ലാമായ പുത്തങ്കാവലം പപ്പായിപ്പാട് അമ്മയും അവൾ വെള്ളിയാഴ്ച അമ്മയ്ക്ക് വളരെ പ്രിയങ്കരമാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എപ്പോഴെങ്കിലും വന്ന് കണ്ട് തൊഴുത്. നിങ്ങൾക്ക് അമ്മയ്ക്ക് കടുംപായസം ഇഷ്ടമാണ്,
ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്ത്, അവിടെ കുളമുണ്ട്, അവിടെ മലരുകൊണ്ട് മീനൂട്ടോടെ ചെയ്ത് എപ്പോഴെങ്കിലും ജീവിതത്തിലൊക്കെ പോവുക. വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്, യാതൊരു സംശയം അതിൻ്റെ അത് വേണ്ട. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഇടയ്ക്ക് കാണണം, അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കേട്ടോ. അവിടെ വളരെ 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 പ്രത്യേകതകളുണ്ട് ഭഗവാൻ. ഞാൻ മാസത്തിൽ ഒന്ന് പോകുന്ന ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ. മാസത്തിൽ ഒന്ന് ഞാൻ പോകും ഭഗവാനെ കാണാൻ. അപ്പം എനിക്കങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ടായി പറയുന്നത്. അപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വെണ്ണ വലിയ ഇഷ്ടമാണ്. ഈ വെണ്ണ ഇഷ്ടമാണെന്ന് പറയാൻ കാര്യം, അത് എനിക്ക് ഒരു സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാൻ ഒരു കാര്യം കാണിച്ചു തന്നു. അവിടെ ഒരു ഞാനവിടെ വെണ്ണ സമർപ്പിക്കാൻ നിൽക്കുന്നു. അപ്പം ഭഗവാന് എന്നോട് അശരീരിയായിട്ടാണ്, നീ ഇപ്പുറത്തൂടെ പോയി നീ ഇങ്ങനെ പോയി അവിടെ വെണ്ണ വെച്ചാൽ മതി. അപ്പം നടക്ക് നേരെ നിന്ന് എനിക്ക് അന്ന് പ്രാർത്ഥിക്കാൻ തിരക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടാണ്. നടക്ക് നേരെ നിന്ന് ആ വെണ്ണക്കുടം കൊണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ ആളുകൾ നടക്കി നേരെ നിൽക്കുന്നതിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാനെ അപ്പം സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഭഗവാനെ കാണിച്ചിട്ട് വെണ്ണ വെക്കണമെന്ന് മനസ്സിലുണ്ട്, സ്വപ്നദർശനമായി പറയുന്നത്. അപ്പോഴത്തേനും ഭഗവാന്റെ ഒരു അശരീരി, നീ അവിടെ കൊണ്ട് വെച്ചാൽ മതി, ഇന്ന പോലെ ചെയ്യാൻ പറയും. അത് കാരണം എൻ്റെ അർത്ഥം ഭഗവാൻ സ്വീകരിച്ചു. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാലും അവിടേക്ക് നേരെ ആ സമയത്ത് നിൽക്കാൻ പറ്റിയില്ലേ പോലും ഭഗവാൻ അത് സ്വീകരിച്ചു, അത് കണ്ടു, അത് എടുത്തു എന്നുള്ളതാണ്. അവിടെ അത് കഴിഞ്ഞ് ഞാൻ ഈ സ്വപ്നദർശനം കഴിഞ്ഞ ശേഷം ഞാൻ അമ്പലപ്പുഴയിൽ പോയി. അന്ന് ഇതുപോലെ ഞാൻ 10 കുടം വെണ്ണ ഒരു തട്ടത്തിനകത്താക്കി വെച്ച് ഞാൻ അവിടെ തൊഴാൻ വേണ്ടി ഭയങ്കര ആളാണ്, നടക്ക് നേരെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് നടക്ക് നേരെ ഭഗവാനെ ഒന്നുകൂടെ കാണിച്ചിട്ട് വെക്കണമെന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നോടൊരാൾ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അപ്പുറത്തൂടെ പോയി അവിടെ രസീത് എഴുതിച്ച് വെക്ക്, ഇപ്പം ഉടനെ ശ്രീകോവിലിനുള്ളിലേക്ക് വെണ്ണ എടുക്കും. സ്വപ്നത്തിൽ കണ്ട അതേ വാചകം, അതേപോലെ അവസ്ഥ, അതേപോലെ സ്വപ്നത്തിൽ കണ്ട അതേപോലെ സംഭവിച്ചു. അപ്പം ഞാൻ മനസ്സിലായി ഭഗവാൻ എനിക്ക് സ്വപ്നത്തിൽ നേരത്തെ ഇതേ വാചകം, ഇതേ സിറ്റുവേഷൻ കാണിച്ചു തന്നു. എനിക്കത് സംശയമൊന്നും ഉണ്ടായില്ല. കാരണം നേരത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ 2:30-ക്കും 3:30-ക്കും ഇടയ്ക്ക് മനസ്സിൽ കാണുന്ന ചില കാര്യങ്ങൾ. അപ്പം അതൊരു ബോധമുള്ളൊരവസ്ഥയാണ്. ആ സമയത്താണ് ഈശ്വരീയമായ ശക്തികൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ അപ്പുറത്തൂടെ ചെന്ന് അവിടെ വെണ്ണ വെച്ചു. പെട്ടെന്ന് തന്നെ അകത്തൊക്കെ എടുക്കുകയും ചെയ്തു. ആ സ്വപ്നത്തിൽ കണ്ടത് അതേപോലെ. അപ്പോൾ ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനുമായി ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. ഭഗവാനെ ഞാൻ ഏറ്റവും എൻ്റെ ഉള്ളിലൊരു ഭഗവാനെന്ന് ഓർക്കുമ്പോൾ തന്നെ സന്തോഷവും ബഹുമാനവും സ്നേഹവും ദിവ്യമായ സ്നേഹവും ഒക്കെ എപ്പോഴും ഉണ്ട്. അത് പുത്തൻകാവലമ്മ ആയിക്കോട്ടെ, എൻ്റെ ശിവഭഗവാനായിക്കോട്ടെ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനായിക്കോട്ടെ, പാർവതീദേവി ആയിക്കോട്ടെ, ധന്വന്തരമൂർത്തി ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അങ്ങനെ ഒരു സ്നേഹവും ഒരു സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ എനിക്കൊരാൾ വാട്സപ്പിൽ ഒരു ഇതിട്ട് തന്നു, ജനുവരി 15 മുതൽ 26 വരെ അമ്പലപ്പുഴ ബഹുവിശേഷമായി ഒരുപാട് കാര്യങ്ങൾ, അമ്പലപ്പുഴ വിശേഷപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നിങ്ങനെ എനിക്കൊരാൾ വാട്സപ്പിൽ ഇട്ട് തന്നു. അപ്പോൾ നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ ജനുവരി 15-നും 26-നും ഇടയിൽ, ഈ 2026 ജനുവരി 15-നും 26-നും ഇടയിൽ എപ്പോഴെങ്കിലും പോയി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണുക, തൊഴുക. ഭഗവാൻ തന്നെ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു തന്ന ഒരു ഇതാണ്, വെണ്ണ ഭഗവാന് വലിയ ഇഷ്ടമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വെണ്ണ വെക്കുന്നത്. അല്ലാതെ അത് ഒരു മനുഷ്യർ പറഞ്ഞു തന്ന കാര്യമല്ല. ഭഗവാൻ തന്നെ എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു, ഭഗവാന് വെണ്ണ വലിയ ഇഷ്ടമാണ്. അത് അവിടെ വെണ്ണക്കൂടെ നേരത്തെ 100 ഇപ്പം 150. എന്തെങ്കിലും ആയിക്കോട്ടെ, ഭഗവാന് വേണ്ടിയല്ലേ. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ പറ്റുന്ന പോലെ ഒരു കുടമെങ്കിൽ ഒരു കുടം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സമർപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്യുക. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും ഭഗവാനെ തൊഴുത ആ പാതാരബന്ധങ്ങളിൽ മനസ്സുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകും. അപ്പം ഇതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്താം. ശിവയ നമ എന്ന് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക. ശിവായ എന്ന് ദീർഘമില്ല, ശിവയ നമ. ഇത് പാർവതീദേവിയെ സങ്കല്പിച്ച് ജപിക്കുക. നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും നിങ്ങളുടെ ചുറ്റുപാടും എന്തൊക്കെ തടസ്സങ്ങളും ദുഷ്ടശക്തികളും നിങ്ങളെ എതിർക്കുന്ന കാര്യങ്ങളുണ്ട് അതെല്ലാം മാറ്റിത്തരും അമ്മ. ശിവായ നമയല്ല, ശിവയ നമ. വായിക്ക് ദീർഘമില്ല. പാർവതീദേവിയുടെ പാദങ്ങളിൽ അമ്മേ പാർവതീദേവി ആദിപരാശക്തി ദിവ്യമാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണേ, അനുഗ്രഹിക്കണേ, നയിക്കണേ, അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടാകണേ, സമ്പത്തും ഐശ്വര്യം എല്ലാം നൽകണേ എന്ന് പ്രാർത്ഥിച്ച്
വെറുതെ ഇരിക്കുമ്പോഴേ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിരിക്കുമ്പോഴും കുളി കഴിഞ്ഞും കർപ്പൂരം തൊട്ടും വിളക്കിൻ്റെ മുന്നിൽ നിന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുക. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഏത് ദുഷ്ടശക്തികളുടെ നമുക്കെതിരെ പ്രവർത്തിച്ചാലും എന്ത് തടസ്സങ്ങളുണ്ടായാലും ഈ ഒരു മന്ത്രം അതിനെയെല്ലാം മാറ്റാനും നിങ്ങളുടെ ഉള്ളിൽ അമ്മയുടെ വലിയ അനുഗ്രഹം, അപാരമായ അനുഗ്രഹം നൽകുവാനും ശക്തിയുള്ള ഒരു രഹസ്യ വിദ്യയാണ്. ഈ വിദ്യ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. പണ്ടൊരിക്കൽ ഈ മന്ത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പഴയ വീഡിയോയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ശിവയ നമയ്ക്കകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. അതിപ്പോൾ നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അറിഞ്ഞാൽ മതി. ഇത് ഒരുപാട് ഈ പ്രപഞ്ചം തന്നെയുണ്ട് അതിൻ്റെ അകത്ത്. നമശിവായ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളാണ്. അതിനപ്പുറത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ശിവയ നമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ദോഷങ്ങളും, മുൻജന്മ കർമ്മദോഷങ്ങളും എല്ലാം മാറി അമ്മയുടെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾ ശുദ്ധ മനസ്സോടുകൂടി വിളിക്കണം. മനസ്സിൽ സംശയത്തോടോ ടെൻഷനോടോ നിരാശയോടോ വലിയ അമിത ആഹ്ലാദമോ ഒന്നും പാടില്ല. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി, പരിപൂർണമായ ശുദ്ധ മനസ്സോടുകൂടി അമ്മയെ നിങ്ങളെ വിളിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായ ദൈവീകൃപ ഉണ്ടാകും. ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കും. നിങ്ങളിപ്പോൾ ഒരു വീട് സ്ഥലം വാങ്ങാൻ വിചാരിക്കുന്ന വർഷങ്ങളായിട്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം തരപ്പെടും. ഞാൻ ഒരു കാര്യം വെറുതെ പറയത്തില്ലെന്ന് അറിയാം. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം വീട് സ്ഥലം തരപ്പെടും. സ്ഥലം മേടിക്കാൻ പറ്റും, വീട് മേടിക്കാൻ പറ്റും, തൊഴിൽ പ്രമോഷൻ ഉണ്ടാകും, ഉയർച്ച ഉണ്ടാകും, സമ്പത്തുണ്ടാകും എന്ന് വേണ്ട, സാധിക്കാൻ പറ്റാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ദൈവികമായ അനുഗ്രഹം കൊണ്ട് എല്ലാ നന്മകളും സാധിച്ചെടുക്കാമെന്നുള്ളതാണ്. നിങ്ങളെ എന്തൊക്കെ നിങ്ങൾക്ക് ദോഷങ്ങളോ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിലും എല്ലാം മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഇത് നിങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക. ഇത് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞത് അവസാനം വരെ കാണുന്നവർ ഇത് അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. അത്രയും ക്ഷമയുള്ള അവസാനം വരെ കാണുന്നവർ ഇതറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെ ആയിരിക്കും ആദ്യം പറയാൻ കഴിഞ്ഞിട്ടല്ല. കാരണം അർഹിക്കപ്പെട്ടവന് അർഹിക്കുന്നവർക്ക് കിട്ടിയാൽ മതി, അല്ലാത്തവർക്ക് കിട്ടണ്ടായിരുന്നു. കാരണം ഇത് അത്ര പരിപാവനമായ ദൈവികമായ അറിവുകളാണ്. അത് നമുക്ക് കിട്ടാനും ഒരു യോഗം വേണം, നമുക്കും അതിനുള്ള ഒരു അർഹത വേണം. മനസ്സിലായില്ലേ? അതുള്ളതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ആണെങ്കിലും കാണുന്നത്, അല്ലെ അവസാനം വരെ കാണുന്നവരത് കാണുന്നത്. നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്ത ഏതോ സത്പ്രവർത്തികൾ, അല്ലെ നിങ്ങളുടെ ആത്മാവിലുള്ള പുണ്യം, അല്ലെ നിങ്ങളുടെ ആത്മാവിൻ്റെ സംസ്കാരത്തിലുള്ള നന്മ, ഇതൊക്കെ കൊണ്ടാണ്. അല്ലാതെ എൻ്റെയോ നിങ്ങളുടെയോ കഴിവൊന്നുമല്ല. എല്ലാത്തിനും പരമേശ്വരനോടും മഹാഗുരു അഗസ്ത്യരോടും നന്ദി പറയുക. നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ അഗസ്ത്യ ഗുരുവിനെ ഒന്ന് സ്മരിക്കും നല്ലതാണ് കേട്ടോ. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്ത്യരെന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്. അദ്ദേഹം പരമ ഗുരുവാണ്, ശിവൻ തന്നെയാണ്. ഭഗവാൻ മുരുകൻ്റെ എല്ലാ അനുഗ്രഹമുള്ള മഹാഗുരുവാണ്. അദ്ദേഹം പരമജ്ഞാനിയാണ്, പരമകാരുണ്യവാനുമാണ്. അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം മാറും. അതിന് ഓം അഗസ്തീശായ നമ എന്ന മന്ത്രം ജപിക്കാം. അപ്പം ഗായോ ജപിക്കാം. ഓം അഗസ്തീശായ നമാന്നോ ജപിക്കാം, അല്ലെ ഓം അഗസ്തീശായ നമാന്നോ ജപിക്കാം. ഈ തമിഴിൽ പറയുമ്പം കായായിരിക്കും, നമ്മൾ ചിലപ്പം ജപിക്കുമ്പം ഗായായിരിക്കും. എങ്ങനെ ജപിച്ചാലും തെറ്റില്ല കേട്ടോ. ഓം അഗസ്തീശായ നമാന്നോ ഓം അഗസ്തീശായ നമാന്നോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. അദ്ദേഹത്തെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കുളി കഴിഞ്ഞും ഒക്കെ അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളെ പ്രാർത്ഥിച്ച് പാതാരബിന്ദങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ജപിക്കുന്നതും മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ തൊട്ട് വന്ദിക്കുന്നതും നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാകും. കാരണം അദ്ദേഹം ഈശ്വരൻ തന്നെയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെയൊക്കെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മകൾ ഉണ്ടെങ്കിൽ അത് ഈ മഹാഗുരു കാരുണ്യവാനായ അഗസ്തീശ്വരൻ്റെ കൃപയാണ്. അല്ലാതെ എനിക്ക് എൻ്റെ കഴിവോ എൻ്റെ അറിവോ എനിക്കൊരു കഴിവുമില്ല, ഒരു അറിവുമില്ല. അഗസ്ത്യരുടെ കരുണ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നിങ്ങളെല്ലാം മനസ്സുകൊണ്ടെങ്കിലും ഒരു ദിവസം ഒരു തവണയെങ്കിലും വണങ്ങണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാം അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ആ മഹാഗുരുവായ അഗസ്ത്യരുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓം അഗസ്തീശായ നമഃ. കൂടി പ്രണാമം. ശിവോഹം ശിവശിവ.